ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ റെസിപ്പി അടിപൊളി ടേസ്റ്റുള്ള ഒരു ലൈം ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരിക്കലും കൂടി പോകണ്ട. 3 ഗ്ലാസ് ലൈം ജ്യൂസിലേക്കുള്ള കറക്റ്റായിട്ടുള്ള അളവാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. കൂടി തന്നെ ഇതിലേക്ക് ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു പകുതി പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറക്റ്റായിട്ടാണ് ഉള്ളത്. ഇതിലേക്ക് ഒരു 5 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായത് കൊണ്ടാണ് കേട്ടോ 5 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി വലുതാണെങ്കിൽ ഇത്രയും എടുക്കണ്ട. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറുകിയെടുത്തുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങ എടുത്താൽ നന്നായിട്ട് അരിഞ്ഞു കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങനെ എടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ട് വലിയ 2 നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിയ നാരങ്ങൻ്റെ നീര് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉണ്ടാകും. ഈ ചെറുതാണെങ്കിൽ 3 നാരങ്ങ എടുത്താൽ മതിയാകും. അത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ട് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 4 മുതൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ ഏകദേശം കറക്റ്റായിട്ടാണ് ഉള്ളത്. എല്ലാം കൂടെ നന്നായിട്ടങ്ങ് അടിച്ചിട്ടെടുക്കാം. ഇതിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അധികം ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ബാക്കിയുള്ള ഒരു 2.5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ അങ്ങ് അടിച്ചിട്ടെടുക്കാം. നല്ല പോലെ അരിച്ചെടുത്തതിന് ശേഷം വേണം ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാനായിട്ട്. കാരണം നന്നായിട്ട് ഇഞ്ചിൻ്റെ തരികളും ഏലക്കായൻ്റെയും ആ ഒരു തേങ്ങൻ്റെയൊക്കെ തരികൾ നല്ല പോലെ ഉണ്ടാകും. അപ്പോൾ നല്ല രീതിയിൽ അരിച്ചെടുത്തതിന് ശേഷം സെർവ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലത്തെ വലിയ ഗ്ലാസ്സിന് 3 ഗ്ലാസ് ജ്യൂസ് കറക്റ്റായിട്ട് ഉണ്ടാകും. ചെറുതാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം വരെ എടുക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്